എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ടിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നാളെ മുതൽ മെയ് 15-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. സേ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ 150ഉം പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 175 രൂപയുമാണ് ഓരോ സബ്ജക്റ്റിനും വരുന്ന ഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര വിഷയമാണോ ഇംപ്രൂവ്മെൻറ്റ് അത് സേ പരീക്ഷ എഴുതുന്നത് ആ ഒരു ഫീസും അതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് ഫീസായിട്ട് വരിക. ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ 500 രൂപ ഒരു വിഷയത്തിനാണ് ഫീസ് വരിക. റെഗുലർ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ സാധിക്കുക. അതുപോലെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് ഉണ്ടാവുക. അതുപോലെ സേ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷ ഒരുമിച്ചിട്ടാണ് ഉണ്ടാവുക. അതായത് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരേ സമയം തന്നെയാണ് എക്സാമും നടക്കുക. ജൂൺ 12 മുതലാണ് ഈ വർഷത്തെ സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സേ പരീക്ഷയുടെ ഫോം. വേറൊരു മോഡൽ ഫോമും ഉണ്ട്. അപ്പോൾ സേ എഴുതുന്ന വിദ്യാർത്ഥിയായാലും ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥിയായാലും ഇതുപോലുള്ളൊരു ഫോം പൂരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ജസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനും അതുപോലെ സ്ക്രൂട്ടിനി, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷയും നിങ്ങൾക്ക് മെയ് 14-ാം തീയതി വരെ സമർപ്പിക്കാവുന്നതാണ്. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ വീണ്ടും പുതുതായിട്ടൊരു ടീച്ചർ വീണ്ടും വാലുവേഷൻ ചെയ്യുന്നതായിരിക്കും. അതിനാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് വീണ്ടും നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുന്നതിനാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ റീവാലുവേഷനും അതുപോലെ തന്നെ സേ പരീക്ഷയ്ക്കും ഒരുമിച്ച് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. റീവാലുവേഷൻ റിസൾട്ട് വന്ന് നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കുകയാണെങ്കിൽ സേ പരീക്ഷയുടെ മാർക്ക് പിന്നീട് പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സേ പരീക്ഷയ്ക്കും അതുപോലെ റീവാലുവേഷനും അപേക്ഷിക്കാവുന്നതാണ്. +2 ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സേ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 1 അല്ലെങ്കിൽ 5 ഒക്കെ മാർക്കിൻ്റെ വ്യത്യാസമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ റീവാലുവേഷന് അപേക്ഷിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റീവാലുവേഷനിൽ നിങ്ങൾ +2 പാസ്സാവുകയാണെങ്കിൽ സേ പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കുന്നത് ആയിരിക്കില്ല. ഇനി ഈ ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ഈ ഒരു സെൻറ്റർ നെയിം, നിങ്ങളുടെ ആ ഒരു എക്സാം സെൻറ്ററിൻ്റെ പേര്, സെൻറ്റർ കോഡ് ഇതറിയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങൾ സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ അല്ലെങ്കിൽ കൊമേഴ്സ് ആണോ ടെക്നിക്കലാണോ ആർട്ടാണോ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ ടിക്ക് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. ബയോളജി സയൻസ് ആണെങ്കിലും സയൻസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ ആണെങ്കിൽ സ്കൂൾ ഗോയിങ് എന്നും, ഓപ്പൺ സ്കൂളാണെങ്കിൽ ഓപ്പൺ സ്കൂൾ എന്നും, കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ കമ്പാർട്ട്മെൻറ്റിൽ എന്നുള്ളതും ടിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതാണോ അതിനനുസരിച്ച് അത് ടിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ അഡ്മിഷൻ നമ്പറും അതുപോലെ ഓപ്പൺ സ്കൂൾ രജിസ്റ്റർ നമ്പറാണ്, അതായത് അഡ്മിഷൻ നമ്പറോ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ രജിസ്ട്രേഷൻ നമ്പറോ ആണ് നൽകേണ്ടത്. അതിവിടെ നൽകുക. അതുപോലെ തന്നെ ഇവിടെ ഇയർ ഓഫ് അഡ്മിഷൻ ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ്റെ, നിങ്ങൾ അവസാനമായിട്ട് എഴുതിയ എക്സാമിനേഷൻ്റെ ആ ഒരു രജിസ്റ്റർ നമ്പറാണ്. സപ്ലിമെൻ്ററി കാൻഡിഡേറ്റ്സ് ഓൺലി എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഏത് വർഷമാണ് അവസാനമായിട്ട് പരീക്ഷ ചെയ്തത്, ഏത് മാസമാണെന്നുള്ള ഡീറ്റെയിൽസാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം നിങ്ങളുടെ ഇവിടെ SSLCയുടെ ആ ഒരു രജിസ്റ്റർ നമ്പറും അതുപോലെ ഏത് വർഷമാണ് SSLC പാസ്സായിട്ടുള്ളത് എന്ന, ഏത് മാസമാണ് ഏത് വർഷമാണ് എന്നുള്ളതും കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ ഇംഗ്ലീഷിൽ ഇവിടെ നിങ്ങൾ എഴുതുക, ഇവിടെ മലയാളത്തിലും എഴുതുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ ഒരു ഫോം മോഡലിൽ ആ ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം ആയിരിക്കും അല്ലെങ്കിൽ പുതിയ മോഡലുള്ള ഫോം ആയിരിക്കും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുന്നത്. അടുത്തതായിട്ട് നിങ്ങളുടെ റിലീജിയൻ, കാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്, ഏതാണെന്നുള്ളതനുസരിച്ച് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. SC ആണോ ST ആണോ OBC ആണോ OEC ആണോ അല്ലെങ്കിൽ അതർ എന്നുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ആണെങ്കിൽ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ ഫോട്ടോ ഒട്ടിക്കാനുള്ള ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. ഈ ഒരു ഫോട്ടോയിൽ പിന്നീട് പ്രിൻസിപ്പാൾ അറ്റസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു അറ്റസ്റ്റ് കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്.
ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സംഖ്യയായിട്ട് എഴുതുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1/1/2006 ആണെങ്കിൽ 1/1/2006 എന്ന് ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുക. അടുത്തത് ഇവിടെ വേർഡ്സിൽ എഴുതുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതല്ലെങ്കിൽ സേ പരീക്ഷ എഴുതുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതായത് ഇവിടെ പാർട്ട് 1 എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ട് 1 ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എഴുതുന്നുണ്ടെങ്കിൽ പാർട്ട് 1ൻ്റെ ഭാഗത്ത് എഴുതുക. അതിനുശേഷം പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ അത് അവിടെ എഴുതുക. അതിനുശേഷം പാർട്ട് 3 ആയിട്ടുള്ള ഓപ്ഷണൽ സബ്ജക്റ്റുകളാണ്. അപ്പോൾ അത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. ഇമ്പ്രൂവ്മെൻറ്റ് ഒരു വിഷയം മാത്രമാണ് എഴുതാൻ സാധിക്കുക. സേ പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 തോറ്റ ഏതൊരു വിഷയം, അതായത് 6 വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ ആ ഒരു 6 വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ അവസാനമായിട്ട്, അതായത് +2 നിങ്ങൾ ഇപ്പോൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഏത് വിഷയമാണോ ഈ ഒരു സേ പരീക്ഷ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത് ആ ഒരു വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് നൽകിയാൽ മതിയാകും. ഇനി അടുത്തതായിട്ട് ഇവിടെ ആ ഒരു ട്രഷറി ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല, സ്കൂളിൽ നിന്ന് അത് പൂരിപ്പിച്ചു കൊള്ളും. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഫീ കൺസെഷൻസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൺസെഷൻ ലഭിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ ആദ്യമായിട്ടാണോ എഴുതുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ SC/ST അല്ലെങ്കിൽ OBC സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ രണ്ടാമതായിട്ടാണോ എഴുതുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുക. അതുപോലെ ഈ സെക്കൻഡ്, അതായത് നിങ്ങൾ രണ്ടാം തവണയാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു +2 കണ്ടിന്യൂസ് പീരീഡ് ആയിട്ടുള്ളതിൻ്റെ, അതായത് നിങ്ങൾ +2 കണ്ടിന്യൂസ് ആയിട്ടുള്ളതിൻ്റെ ആ ഒരു എക്സാം ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോ എന്ന് എഴുതുക. കാരണം ഇത് സേ പരീക്ഷയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു എക്സാം അല്ല ഈ ഒരു എക്സാം. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ സിഗ്നേച്ചറാണ് ഇടേണ്ടത്. അതായത് ഇവിടെ നിങ്ങളുടെ പേരും സിഗ്നേച്ചറും ഇടുക. ഇവിടെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരും സിഗ്നേച്ചറും ഇടുക. ബാക്കി ഡീറ്റെയിൽസൊക്കെ സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഫോം പൂരിപ്പിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി നെക്സ്റ്റ് അടുത്ത മോഡൽ ഫോം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു മോഡലുള്ള ഫോമായിരിക്കും ലഭിക്കുക. അപ്പോൾ ഈ ഒരു ഫോമിൽ കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാറ്റഗറി എന്നുള്ള ഭാഗത്ത് സ്കൂൾ ഗോയിങ്ങിനോടൊപ്പം, അതായത് ഈ ഒരു സ്കോൾ കേരള എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നേരത്തെ കണ്ട ഫോമിൽ ഓപ്പൺ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലുള്ള വ്യത്യാസം ഈ ഒരു ജെൻഡർ എന്നുള്ള ഭാഗത്ത് ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇതിൽ രണ്ടിലും നൽകിയിട്ടുള്ളത് സെയിം ഡീറ്റെയിൽസ് തന്നെയാണ്, എങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഈ രണ്ട് ഫോമുകൾ തമ്മിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു +2 പരീക്ഷയിൽ ജയിച്ചിട്ടില്ല, അതായത് ക്വാളിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.